കേരളത്തിൽ വരുന്ന 3 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തിച്ചേരാം. കേരളത്തിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ തീവ്ര മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകാൻ കാരണം. അറബിക്കടലിൽ രൂപപ്പെടുന്ന ഈ ന്യൂനമർദ്ദം കേരളത്തിൽ മഴയ്ക്ക് കാരണമാകില്ല. ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മഹാരാഷ്ട്ര, ഗുജറാത്ത് മേഖലകളിലേക്ക് നീങ്ങും. വരുന്ന 2 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരും. ഇതോടെ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കും. അടുത്തയാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കേരളത്തിൽ തീവ്ര മഴയ്ക്ക് കാരണമാകും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ മെയ് 22 തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാപ്പുവ ന്യൂഗിനിയയിലെ ന്യൂഗിനിയ തീരത്തെ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 5000 പേർക്ക് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. 8,98,800 പേർക്ക് നേരിയ ഭൂചലനവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്.